2022 നീറ്റ് എക്സാമിന് വേണ്ടി ഇതുവരെ ആരംഭിക്കാത്തതോ അല്ലെങ്കിൽ ഒരു പാർഷ്യൽ ട്രാക്കിലൂടെ പോകുന്ന വിദ്യാർത്ഥികളെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആരംഭിക്കുന്നത്. ഇനിയും നിങ്ങൾ ഫുൾ മൊമെന്റത്തിൽ അല്ലെങ്കിൽ ഫുൾ ട്രാക്കിലായി മുമ്പോട്ട് പോയില്ല എങ്കിൽ, ഇനിയും നിങ്ങൾ അത് ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തുകയില്ല. കഴിഞ്ഞ 6 കൊല്ലങ്ങളായിട്ട് പല മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ള അനുഭവം വെച്ച് പറയുകയാണ്, എയിംസിന്റെ ക്യാമ്പസിൽ ചെന്ന് നിന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അതുപോലെ ഒരു ക്യാമ്പസിൽ പഠിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രിവിലേജാണ്. അതിനുവേണ്ടി തന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, അതിനുവേണ്ടി തന്നെ വർക്ക് ചെയ്യണം. 700+ എന്ന നിങ്ങളുടെ ടാർഗറ്റ്, റൈറ്റ്? 720 സ്കോർ ചെയ്ത കഴിഞ്ഞ വർഷത്തെ 3 വിദ്യാർത്ഥികളിൽ 2 പേർ മലയാളികളാണ് എങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കും. 700+ എന്ന ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, അതിനുവേണ്ടി സ്മാർട്ട് വർക്ക് ചെയ്യാം, അതിനുവേണ്ടി എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ നിങ്ങളിൽ പലരും വിചാരിച്ചിട്ടുണ്ടാവും 700 ഒന്നും വേണ്ട, ഈ 630 620 മേളിൽ സ്കോർ ചെയ്ത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കയറിയാൽ മതിയെന്ന്. ഒരിക്കലും നിങ്ങളുടെ സ്വപ്നത്തിലോ നിങ്ങളുടെ എയിമിനെയോ നിങ്ങൾ ലിമിറ്റ് ചെയ്യരുത്. മാക്സിമം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വപ്നം കാണുക, മാക്സിമത്തിന് വേണ്ടി വർക്ക് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഒരിക്കലും ഫസ്റ്റ് കാര്യം നിങ്ങൾ അതാ ചെയ്യേണ്ടത്. അതിനെ ഒരിക്കലും നിങ്ങൾ ലിമിറ്റ് ചെയ്യരുത്. മാക്സിമം തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യും മക്കളെ. അതിനുവേണ്ടി നിങ്ങളോടൊപ്പം അത്രയും ആത്മാർത്ഥമായി അത്രയും എനർജറ്റിക് ആയിട്ട് ഓടാൻ ഒരു വലിയ ടീം നിങ്ങളുടെ പിന്നിലുണ്ട്. സോ അവർ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ നേടുന്നവരെ നിങ്ങളുടെ കൂടെ കാണും. സോ ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഡു ഇറ്റ് നൗ ബിക്കോസ് സംടൈംസ് ലേറ്റർ ബിക്കംസ് നെവർ. അതായത് നിങ്ങൾ ഇപ്പോൾ ആരംഭിക്കുക. ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തുകയില്ല. എയിംസ് ഡൽഹി എന്ന നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ ഞങ്ങളും ഉണ്ടാകും നിങ്ങളോടൊപ്പം. ഒരു മോട്ടിവേഷൻ കേൾക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഒരു മൊമെന്റം കിട്ടി. ആ മൊമെന്റത്തിന് ആക്ച്വലി അന്നത്തെ ദിവസം മാത്രം കൊണ്ടുപോയിട്ട് പിന്നെ കളയുന്നവരല്ല ടോപ്പർ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ കേൾക്കും, ഒരു മൊമെന്റം കിട്ടും, ആ മൊമെന്റത്തിനെ കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് ആക്ച്വലി ടോപ്പേഴ്സ് എന്ന് പറയുന്നത്. സോ കൺസിസ്റ്റൻസിയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓരോ ദിവസത്തെയും ടോപ്പിക് കവർ ചെയ്ത് എക്സാംസ് അറ്റൻഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ആ കൺസിസ്റ്റൻസിയാണ് നിങ്ങൾ ജീവിതത്തിൽ അച്ചീവ് ചെയ്യേണ്ടത്. സോ അതിനുവേണ്ടി നന്നായി വർക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട് മക്കളെ, ഒരു ബോർഡ് എക്സാം പോലെ അല്ല എൻട്രൻസ് എക്സാം. ഇറ്റ്സ് എ കോമ്പറ്റീറ്റീവ് എക്സാം. നിങ്ങൾ നിങ്ങളുടെ കൂടെ എക്സാം എഴുതുന്നവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുകയാണ്. സോ മെജോറിറ്റി എൻട്രൻസ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ടെൻഷൻ എന്ന് പറയുന്നത്, ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പഠിച്ചു, ഇത്ര ചോദ്യം ഞാൻ ചെയ്താൽ മതിയോ, എത്ര ചോദ്യം ഞാൻ ചെയ്യണം, ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യണം, ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഒരു കാര്യം ഞാൻ പറയട്ടെ മക്കളെ, കഴിഞ്ഞ തവണ ഫസ്റ്റ് റാങ്ക് മേടിച്ച വിദ്യാർത്ഥി പോലും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല എക്സാം എഴുതാൻ പോവുക. ഒരാൾക്കും അതിന് പറ്റില്ല. ഒരാൾക്കും പഠിച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ പറ്റുകയില്ല. കാര്യം അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുക അവരുടെ റാങ്ക് കിട്ടുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കോമ്പീറ്റീവ് ആകുക. കാര്യം നിങ്ങളുടെ കൂടെയുള്ള 99% ആൾക്കാർക്കും ഈ ടെൻഷൻ ഉണ്ടാവും. ഞാൻ പഠിച്ചത് മതിയോ, ഇത് മതിയോ, ഈ ചാപ്റ്ററിൽ ഉള്ള ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷനെ മാറ്റി വെച്ച് കാമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ച് മുമ്പോട്ട് പോവുക. ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് പറ്റുന്നതിന്റെ മാക്സിമം കവർ ചെയ്ത് മുമ്പോട്ട് പോവുക. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സൈലത്തിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടൈം ടേബിൾ അത്രയധികം എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ടൈം ടേബിൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർത്ത് ബാക്ക്ലോഗ്സ് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് കാമാകുക, ബി കോമ്പറ്റീവ്. നിങ്ങളുടെ എല്ലാവരും നിങ്ങളുടെ കൂടെ മീൻസ് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഈ 16 ലക്ഷം, അടുത്ത തവണ ചിലപ്പോൾ അത് 17 18 ആവാം. സോ അത്രയും ലക്ഷം ആൾക്കാരും ഒരേ ടെൻഷനിലാണുള്ളത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാണ്ട് കാമായിട്ട് നിങ്ങളുടെ ടാർഗറ്റ്, നിങ്ങൾ സെറ്റ് ചെയ്ത ടാർഗറ്റുകൾ ഫിനിഷ് ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. സോ നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള യാത്ര നിങ്ങളോടൊപ്പം ഞങ്ങൾ കൂടെ വരികയാണ്. ആ യാത്രയുടെ 1ാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. XPL 2.0. അതായത് അത് അറിയാത്ത മക്കളോട് പറയാണ്, നീറ്റ് ക്രാഷ് 2022 ഡേ 1ലേക്കാണ് നമ്മൾ കടക്കുന്നത്. സോ അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത്, എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോയിൽ നമ്മൾ എത്തിക്കുന്നത്. ഇത് കാണുന്ന ഇത് കാണുന്ന മക്കൾക്ക് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് അത്ര എനർജറ്റിക് ആയിട്ട് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എടുക്കാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ യാത്രയിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. സോ XPL 2.0 എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? സ്റ്റഡി പ്ലാൻ, എങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസവും പഠിച്ച് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്.
ഇപ്പോൾ നീറ്റിന്റെ ഡേറ്റ് വന്നിട്ടില്ല. സോ അതുമല്ല, നിങ്ങൾ ഒരു സ്റ്റാർട്ടിംഗ് പീരീഡ് ആണ്. സ്റ്റാർട്ടിംഗ് പീരീഡിൽ ഒരുപാട് ടൈം ടേബിൾ തന്ന് നിങ്ങളെ ഹെക്ടിക് ആവുന്നില്ല. സ്റ്റാർട്ട് വിത്ത് ലെസ് നമ്പർ ഓഫ് ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചാപ്റ്റർ ഒരു ഡേ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. തുടക്കം സ്റ്റാർട്ടിംഗ് റൈറ്റ്. പതിയെ 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 നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടോപ്പിക്കിന്റെ എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവരും. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ഫിസിക്സ് ഓൺ ദി ഫസ്റ്റ് ഡേ. പിന്നെ നമ്മൾ കെമിസ്ട്രിയിലേക്ക് പോകും, ബോട്ടണിയിലേക്ക് പോകും, സുവോളജിയിലേക്ക് പോകും, ആൻഡ് ലാസ്റ്റ് നമ്മൾ എന്താണ് അഗൈൻ ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന വിത്ത് എ ഗ്രാൻഡ് ടെസ്റ്റ് ആയിരിക്കും. ആൻഡ് ദിസ് സൈക്കിൾ വിൽ കണ്ടിന്യൂ. അങ്ങനെയാണ് നമ്മൾ ഇനിഷ്യലി നമ്മുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഗ്രാൻഡ് ടെസ്റ്റ് റൈറ്റ്. ബിക്കോസ് പ്രാക്ടീസ് ആണ് നിങ്ങളെ പെർഫെക്റ്റ് ആക്കുക. പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ് റൈറ്റ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഗ്രാൻഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം, മാക്സിമം ഡെയിലി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. എക്സാംസ് ആണ് നിങ്ങളുടെ കീ എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ മുമ്പോട്ട് പോവുക. ആൻഡ് യുവർ ടൈം ടേബിൾ, ഇങ്ങനെ നിങ്ങൾക്ക് ടൈം ടേബിൾ പ്രോപ്പർ ആയിട്ട് ഓരോ ദിവസത്തെ ടൈം ടേബിൾ എന്ത് ചെയ്യുന്നുണ്ട്, February 1 തൊട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ അടുത്ത ബാച്ച് നമ്മൾ അടുത്ത ആഫ്റ്റർ 15 ഡേയ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിനനുസരിച്ചായിരിക്കും നമ്മൾ പോകുന്നത്. ഒരു വലിയ സെറ്റ് ഓഫ് കൂട്ടം നമ്മൾ ഒരു ജോയിനിങ് 1000 മുകളിൽ ആൾക്കാർ ഇപ്പോൾ തന്നെ നമ്മുടെ കൂടെ ക്രാഷിലുണ്ട്. ആൻഡ് ഇറ്റ് വിൽ റൈസ് അപ് ടു 10,000 or 20,000 നമ്മൾ വിത്തിൻ ഷോർട്ട് ടൈം നമ്മൾ എത്തുക തന്നെ ചെയ്യും. സോ പ്ലസ് 2 സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങളൊരു ടെൻഷൻ ഉണ്ടാവും, ബോർഡ് എക്സാം കഴിഞ്ഞിട്ടില്ല എന്ന്. നിങ്ങൾ എന്തിനു ബോർഡ് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു റൈറ്റ്? നിങ്ങൾ ഇപ്പോഴേ ജോയിൻ ചെയ്തു. ടിൽ നീറ്റ് എക്സാം വരെ നിങ്ങൾക്ക് ഇത് എന്തിനാണ് ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുകയാണ് ഈ ഒരു കാര്യം. അപ്പോൾ ആയാലും ഇപ്പോൾ ആയാലും ഒരുപോലെ തന്നെ. സോ start right now itself, right? Because ഇത്രയും ലോങ് പീരീഡ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലസ് 2 ടോപ്പിക്സ് തന്നെയാണ്. നിങ്ങൾക്ക് അതിനോടൊപ്പം റിവൈസ് ചെയ്ത് പോകാൻ പറ്റും. ഡെയിലി ഒരു 1 hour എങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ഇതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, സ്പെൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്നും കൂടെ ട്രാക്കിലായി നിങ്ങൾക്ക് പോകാൻ പറ്റും. അത് നിങ്ങളുടെ പ്ലസ് 2 എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യും, മാക്സിമം ഹെൽപ്പ് ചെയ്യും. സോ വി ഹാവ് റെക്കോർഡഡ് ക്ലാസ്, Q-Bank and daily test and live discussion and doubt clearance. ഇങ്ങനെയായിരിക്കും പോകുക. ഈ ഒരു ഓർഡർ എന്താണെന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. So we will start with recorded class first. മോർണിംഗിൽ തന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓൾറെഡി ആപ്പിൽ ഉണ്ടാവും. സോ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് കണ്ടു തുടങ്ങാം. സോ റെക്കോർഡഡ് ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറിച്ച് പറയട്ടെ. ഡേ 1 ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 13 ടോപ്പിക്കുകളായിട്ട് സ്മോൾ വീഡിയോ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 13 ടോപ്പിക്കുകൾ. സോ കാര്യം നമുക്കറിയാം, ഏറ്റവും കുറഞ്ഞ മീൻസ് ടൈമിൽ നിങ്ങൾക്ക് എന്താണ് വീഡിയോ തന്നാൽ മാത്രം നിങ്ങൾക്ക് കാണാൻ, നിങ്ങൾ സിംപിളി നോക്കിയാൽ മതി. ഒരു ഷോർട്ട് ഫിലിം കാണുന്നത് ഒരു വലിയ ഫിലിം കാണുന്നത് തമ്മിലുള്ള വ്യത്യാസമാണ് റൈറ്റ്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരു പഠനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 1.5 മണിക്കൂറിന്റെ ക്ലാസ്സോ ഒരു 10 മിനിറ്റിന്റെ ക്ലാസ്സോ കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇഷ്ടപ്പെടുക 10 മിനിറ്റിന്റെ ക്ലാസ് കാണാൻ. സോ വി വിൽ സ്പ്ലിറ്റ് ദ ചാപ്റ്റർ ഇൻടു സ്മോൾ ടോപ്പിക്സ് റൈറ്റ്. സോ നിങ്ങൾ നോക്കുക, ഇത് തന്നെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഞാൻ പറയുമ്പോൾ ഈ വർഷത്തെ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് കൂടെ പറഞ്ഞു പോവാണ്. എൻറ്റയർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചാപ്റ്റർ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1, 2 ആൻഡ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞ ആ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന സെക്ഷനിൽ 6 ചോദ്യമാണ് കഴിഞ്ഞ തവണ നീറ്റ് 2021 ചോദിച്ചത്. ആ 6 ചോദ്യത്തിൽ 2ഓളം ചോദ്യം ഈ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് വരുന്നത്. അതിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ആത്മാർത്ഥമായി വർക്ക് ചെയ്താൽ 2 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കിട്ടുക. 8 മാർക്കോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. 8 മാർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20,000 25,000 റാങ്ക് ആണ്. കാര്യം ഓരോ മാർക്കിലും 20,000 2,000 3,000 ആളുകളായിരിക്കും മാറി വരുന്ന റാങ്ക്. സോ ഇപ്പൊ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, അവിടെ നിന്ന് ഒരു 25,000 റാങ്ക് അല്ലെങ്കിൽ 30,000 റാങ്ക് അല്ലെ ചില ഏരിയയിലൊക്കെ വരുമ്പോൾ ലക്ഷക്കണക്കിന് റാങ്ക് മുമ്പോട്ട് വരാനുള്ള ഒരു അവസരമാണ് ഈ പറഞ്ഞ 8 മാർക്ക് എന്ന് പറയുന്നത്. അതിനുവേണ്ടി അത് മനസ്സിൽ ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ടോപ്പിക്കുകൾ പഠിക്കുക. സോ ഫസ്റ്റ് തുടങ്ങുന്ന ഇലക്ട്രിക് ചാർജ് എന്നാണ്. അവിടെ നിന്ന് നേരെ കൂളംസ് ലോയിലേക്ക് പോകും. പിന്നെ കൂളംസ് ലോയുടെ ഫോഴ്സിന്റെ സൂപ്പർ പൊസിഷൻ എന്ന ടോപ്പിക്കാണ്. നേരെ നമ്മൾ കിടക്കുക ഇക്വിലിബ്രിയം ഓഫ് ചാർജ് എന്ന ടോപ്പിക്കാണ്. അത് കഴിഞ്ഞാൽ വരിക ചാർജ്ഡ് പെൻഡുലമാണ്. ഇത് 2016 നീറ്റിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഹൈ എൻഡ് ടോപ്പിക് ആയിട്ട് പോലും അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് കഴിഞ്ഞാൽ അത് 0 ആകുന്ന ന്യൂട്രൽ പോയിന്റ് വരും. ന്യൂട്രൽ പോയിന്റ് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന ടോപ്പിക്കാണ്. ഫീൽഡ് ലൈൻസ് കഴിഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന ടോപ്പിക്കാണ്. പിന്നെ വരുന്ന ഡൈഇലക്ട്രിക് ഇൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന ടോപ്പിക്കാണ്. നേരെ ഇലക്ട്രിക് ഫ്ലക്സിലേക്ക് വരുന്നു, ഗോസ് ലോ വരുന്നു, ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഗോസ് തിയറം എന്ന സെക്ഷൻ വരെ വരുന്നു. ഇത്രയും ഏരിയ ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇത്രയും ഏരിയ കവർ ചെയ്യുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് ഒരുപാട് കണ്ടന്റ് ഉണ്ടെന്ന്. ഇത് ഒരുപാട് കണ്ടന്റ് വളരെ ഷോർട്ട് ആയിട്ട് ട്രിക്സ് ഒക്കെ ഉപയോഗിച്ച് വീഡിയോ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നിങ്ങളപ്പോൾ മനസ്സിലാക്കുക. ഓരോ വീഡിയോ കണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക, നേരെ Q-Bankൽ ചെല്ലുക, Q-Bankലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആ പാറ്റേണിലാണ് പോകുന്നത്. അതിലേക്കൊക്കെ നമുക്ക് വരാം. എങ്കിലും ഞാൻ പറഞ്ഞിട്ട് മക്കളെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എല്ലാ വർഷവും ചോദിക്കാറുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ്, ഫീൽഡ് ലൈൻസ്, ഗോസ് ലോ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഗോസ് തിയറം ഒക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് റൈറ്റ്. സോ ഈ ഏരിയ ഒക്കെ നിങ്ങൾ അത്ര സ്ട്രെസ് ചെയ്ത് എന്ത് ചെയ്യണം, പഠിക്കേണ്ട ഏരിയാസ് ആണ് ഈ ചാപ്റ്റർ
സാധനങ്ങളുള്ള ഈ ഏരിയാസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1, ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2, കപ്പാസിറ്റർ എന്ന 3 ദിവസമായിട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ബിക്കോസ് വലിയ ചാപ്റ്റർ ആണ്, ഹൈ yielding ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, അത്ര ഡെപ്തിലാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ക്രാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ എന്തെങ്കിലും ചെയ്തൊരു ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന പാറ്റേണിലല്ല പോകുന്നത്. തിയറി പക്കയായി പഠിപ്പിച്ച് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി ക്വസ്റ്റ്യൻസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുമ്പോട്ട് പോകുന്നത്. റെക്കോർഡഡ് ക്ലാസ് കഴിഞ്ഞാൽ നേരെ പോവുക നിങ്ങൾ ക്യൂ ബാങ്കിലേക്കാണ്. നിങ്ങൾ നോക്കാം, ആ 13 ടോപ്പിക് നമ്മൾ പഠിച്ച 13 ടോപ്പിക്കിന്റെ ക്യൂ ബാങ്ക് കറക്റ്റ് ആയിട്ട് സ്ട്രക്ചർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ക്യൂ ബാങ്ക് ആണ് നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ പഠിച്ച ചോദ്യത്തിന്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ബിക്കോസ് നിങ്ങളൊരു കാര്യം കൂടുതൽ തവണ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതായത് മാക്സിമം നിങ്ങൾ എന്ത് ഇലക്ട്രിക് ചാർജിൽ നിങ്ങൾ അവിടെ കുറെ ക്യൂ എനി ടൈപ്പ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കുറെ ചെയ്യും. സോ അതേ ന്യൂമറിക്കൽ ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂവേഷൻ ആണ് ക്യൂ ബാങ്കിലുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ എക്സാം മോഡിൽ അറ്റൻഡ് ചെയ്തത് പ്രാക്ടീസ് ചെയ്യും. ആ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ക്യൂ ബാങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ ആണല്ലോ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സൈലത്തിന്റെ വെബ് ആപ്പിൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷനും വെബ്സൈറ്റും ഉണ്ട്. വെബ്സൈറ്റിൽ എങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞു, ഇതിനേക്കാൾ കുറച്ചും കൂടി അറേഞ്ച്ഡ് ആണ് മൊബൈൽ ആപ്ലിക്കേഷൻ. രണ്ടിൽ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ നിങ്ങൾ ക്രാഷ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നിങ്ങൾക്ക് സെഗ്മെന്റ് സ്വിച്ച് ചെയ്തിട്ട് നീറ്റിനകത്ത് നീറ്റ് 2022 ക്രാഷ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് ജോയിൻ ചെയ്യാമാണ്. ആ സെഗ്മെന്റ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ 3 കാര്യങ്ങളാണ് ബേസിക്കലി ഉണ്ടാകുക. ഒന്ന്, നിങ്ങൾക്ക് അവിടെ ക്ലാസ്സസ് ഉണ്ടായിരിക്കും, ദെൻ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും, ദെൻ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ഇൻ ദ സെൻസ് ക്യൂ ബാങ്ക് ഉണ്ടായിരിക്കും, പിന്നെ നിങ്ങൾക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, അതായത് ഗ്രാൻഡ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. സോ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ഫിസിക്സ് +2 ആണ് നിങ്ങളുടെ ടോപ്പിക് ഇന്നത്തെ ദിവസം ഉള്ളത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും അതിൽ നിങ്ങൾക്ക് കാണുന്നത് ഇലക്ട്രിക് ചാർജ് തൊട്ട് താഴേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ താഴേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് നോക്കാം, ഓരോ വീഡിയോ കഴിയുമ്പോഴും അതിന്റെ സ്ലൈഡ്സ് ഉണ്ടായിരിക്കും. സോ വീഡിയോ നിങ്ങൾക്ക് കാണാം, വീഡിയോ നിങ്ങൾ പക്കയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് അതിന്റെ ഓരോ സെക്ഷൻ ആദ്യമേ തിയറി കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റ് ഫൈനൽ എന്തുവരെ ഉണ്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങളുടെ തിയറി ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് തിയറി ഫുൾ പറയുന്നു. ദെൻ ഒരു 50 മിനിറ്റ്സ് താഴെയുള്ള വീഡിയോസ് ആണ് മാക്സിമം വരിക. സോ അത് കഴിഞ്ഞാൽ നേരെ തിയറി ആദ്യം കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് റീഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് നേരെ അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് നമ്മൾ കടക്കുന്നു. സോ നിങ്ങൾ രണ്ടാമത്തെ തവണ വരുമ്പോഴത്തേക്ക് നിങ്ങൾ അതിന്റെ സ്ലൈഡ്സ് മാത്രം റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്ലൈഡ്സ് മാത്രം എടുത്താൽ മതി. സ്ലൈഡ്സ് മാത്രം നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ റൈറ്റ് അധ്യാപകൻ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്ന സ്ലൈഡ്സ് റൈറ്റ് അവിടെ ഉണ്ടാകും. അത് വായിച്ചാൽ ഓരോ വീഡിയോയുടെ താഴെയും അതിന്റെ സ്ലൈഡ്സ് ഉണ്ടായിരിക്കും. സ്ലൈഡ്സ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം റിവൈസ് ചെയ്യാൻ പറ്റും. ഇത് ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന സ്ലൈഡ്സ് ആണ്. സോ സ്ലൈഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ക്വിക്കായിട്ട് നിങ്ങൾക്ക് രണ്ടാമത് റിവൈസ് ചെയ്ത് പോകാൻ പറ്റും. സോ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ മാക്സിമം എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അപ്പൊ വീഡിയോ കാണുക, ദെൻ അതിന്റെ എന്ത് ചെയ്യുക, സ്ലൈഡ്സ് റിവൈസ് ചെയ്യുക, അടുത്ത വീഡിയോ കാണുക, സ്ലൈഡ്സ് റിവൈസ് ചെയ്യുക. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്ത് പോകുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പഠിച്ചു പോവുക. ഇത് നിങ്ങളുടെ ഏതാണ്, വീഡിയോ ക്ലാസ്സസ് ആണ്. സോ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ, ഒരു ടോപ്പിക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകേണ്ട അതിന്റെ ടെസ്റ്റ് സീരീസിലേക്കാണ്. സോ ടെസ്റ്റ് സീരീസ് ഇൻ ദ സെൻസ് നിങ്ങളുടെ ഏതാണ്, ക്യൂ ബാങ്കിലേക്കാണ്. സോ ക്യൂ ബാങ്കിനകത്ത് നിങ്ങൾക്ക് സ്പ്രിന്റുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ സ്പ്രിന്റുകൾ ഉണ്ട്. അത് നിങ്ങൾ ഫിസിക്സ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. നിങ്ങൾ അവിടെ കണ്ട ഇലക്ട്രിക് ചാർജിന്റെ മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ടായിരിക്കും. ടേക്ക് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് ചാർജ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് ചാർജ്, കൂളംസ് ലോ, അങ്ങനെ തന്നെ പ്രോപ്പർ ആയിട്ട് ആ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ അവിടെ പക്കയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, സൈലം ആപ്പിൽ കയറുക, നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടു നോക്കുക. മാക്സിമം ആദ്യത്തെ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം പുറത്തുള്ള ആളുകൾക്കും അത് കാണാൻ വേണ്ടി അത് കാണുക, പ്രാക്ടീസ് ചെയ്യുക, മുമ്പോട്ട് പോവുക. സോ ഈ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്യൂ ബാങ്കിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ടോപ്പിക് കവർ ചെയ്യുന്ന രീതിയിൽ ടെസ്റ്റുകൾ ഉണ്ടാവും, ഡെയിലി ടെസ്റ്റുകൾ. സോ നിങ്ങൾക്കറിയാം ഗ്രാൻഡ് ടെസ്റ്റ് ആണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ടൈം ടേബിൾ പറഞ്ഞ ടൈമിൽ മാത്രമേ ഓപ്പൺ ആകത്തുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റുകൾ എന്ത് ചെയ്യാം, എഴുതുകയും ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ് നമുക്കുള്ള മക്കളെ, നമുക്ക് ഡെയിലി ക്ലാസ്സുകൾ ഉണ്ട്, ഡെയിലി ക്യൂ ബാങ്ക് ചെയ്യാനുണ്ട്, ഡെയിലി ടെസ്റ്റ് ഉണ്ട്. ഇനി 4 സബ്ജക്റ്റും കവർ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാൻഡ് ടെസ്റ്റും വരും. ഈ ഒരു ഓർഡറിലാണ് നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകേണ്ടത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ഉണ്ടായിരിക്കും. 7:30 വൈകുന്നേരം 7:30 ക്ലാസ് വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി
അതായത് ആപ്പിൽ തന്നെ ക്ലാസിന്റെ ഏറ്റവും അടിയിൽ തന്നെ XPL ലൈവ് എന്നൊരു സെക്ഷൻ ഉണ്ട്. ആ ലൈവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡൗട്ട് എന്ത് ചെയ്യാം, ലൈവായിട്ട് ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ മുമ്പോട്ട് കൊണ്ടുവന്നാൽ. സോ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ. ഓരോ ദിവസവും എന്താണ് നിങ്ങൾ പഠിച്ച ടോപ്പിക്കിന്റെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം ചോദിക്കാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ലൈവ് ഉണ്ടായിരിക്കും. ആൻഡ് പിന്നെ വരുന്നത് നിങ്ങളുടെ ഡെയിലി ടെസ്റ്റ് ആണ്. ഡെയിലി ടെസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് സമയം പറയുന്ന ടൈം ടേബിൾ പറയുന്ന സമയത്ത് തന്നെ ഡെയിലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഡെയിലി ടെസ്റ്റും കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി, പഠിച്ചു, പ്രാക്ടീസ് ചെയ്തു, ഡൗട്ട് ക്ലിയർ ചെയ്തു, എക്സാം വേണ്ടി പെർഫെക്റ്റ് ആയി. ഓക്കെ, ഈ ഒരു പാറ്റേണിൽ വേണം എന്റെ മക്കൾ മുമ്പോട്ട് പോകാൻ. ഡെയിലി ടെസ്റ്റിൽ പ്രോപ്പർ ആയിട്ടുള്ള അനാലിസിസ് ഉണ്ടാവും. നിങ്ങൾ ഓരോ ക്വസ്റ്റിനും എടുത്ത സമയം, നിങ്ങൾ അതിനകത്ത് തെറ്റിച്ചത് ഏതൊക്കെയാണ്, പ്രോപ്പർ എക്സ്പ്ലനേഷൻ അവിടെ ഉണ്ടായിരിക്കും ഓരോ കാര്യത്തിന്റെയും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഒരു ലീഡർ ബോർഡ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളും ടോപ്പറും തമ്മിലൊരു കമ്പാരിസൺ ഉണ്ടാവും. ആ എക്സാം വേണ്ടിയ ആവറേജ് സ്റ്റുഡൻസ് തമ്മിലൊരു കമ്പാരിസൺ ഉണ്ടാവും. അങ്ങനെ പ്രോപ്പർ അനലിറ്റിക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ എക്സാമിന്റെ നിങ്ങൾക്ക് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കും. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഗ്രാൻഡ് ടെസ്റ്റ് ആണ്. അതായത് 4 കാര്യങ്ങൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി കഴിയുമ്പോൾ വരുന്ന ഗ്രാൻഡ് ടെസ്റ്റ് എന്നത് പക്കാ നീറ്റ് പാറ്റേൺ ആണ്, പുതിയ പാറ്റേൺ നീറ്റ്. അതായത് ഫിസിക്സിൽ എന്താണ്, സെക്ഷൻ എ, സെക്ഷൻ ബി ഉണ്ടായിരിക്കും. കെമിസ്ട്രിയിലും ബോട്ടണിയിലും സുവോളജിയിലും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. സെക്ഷൻ എയിൽ 35 ക്വസ്റ്റ്യൻ, സെക്ഷൻ ബിയിൽ 15 ക്വസ്റ്റ്യൻ, അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻ. 200 നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, ഈ 15ൽ 10 വെച്ച് എഴുതിയാൽ മതി. സോ 15ൽ 10 എണ്ണം എഴുതിയാൽ മതി. 15ൽ 10 എണ്ണം എഴുതി കഴിഞ്ഞാൽ ടോട്ടൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ 200ൽ 180 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. സോ ആ രീതിയിലുള്ള പുതിയ പാറ്റേൺ നീറ്റ് എക്സാം തന്നെയായിരിക്കും നിങ്ങളുടെ ഗ്രാൻഡ് ടെസ്റ്റിൽ വരിക. അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇതുപോലെയാണ് നമ്മുടെ സൈലം പ്രീമിയർ ലീഗ് 2.2 അഥവാ നീറ്റ് ക്രാഷ് 2022 പോകുന്നത്. സോ വെയിറ്റ് ചെയ്ത് ഇന്ന് തന്നെ തുടങ്ങണം. മാക്സിമം സ്പീഡിൽ, മാക്സിമം എനർജറ്റിക് ആയിട്ട് തീർത്ത് പോവുക. ബാക്കി എന്റെ മക്കളോട്, ഇത് കാണുന്ന എക്സ്പീരിയൻ മക്കൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് സൂം മീറ്റിംഗിലും കാര്യങ്ങളും ഒക്കെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. പുറത്തുള്ള ആർക്കെങ്കിലും നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് ഈ ഒരു രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ സമയം കളയുന്ന മക്കളെ, കയറി വാട, നമ്മൾ ഉണ്ടാവും നിങ്ങളോടൊപ്പം. എനർജറ്റിക് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് മുമ്പോട്ട് പോവാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. Xylem Learning App, അഭിമാനത്തിന്റെ ആദ്യ വർഷം.